ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 6 മാസം മുന്നേ ഒരു പൂളക്കമ്പ് കുത്തിയതാട്ടാ. അപ്പം അതിൽ നിന്നൊരു ഉപ്പേരിക്കുള്ള കട കിട്ടിയതാണ് കേട്ടോ. അപ്പം നമ്മളെ സുഗുണു തട്ട മക്കളെ സുഗുണു ചത്തിട്ടില്ല കേട്ടാ. 5 ദിവസം കഴിഞ്ഞിട്ട് സെൽമരോട് ഇരുന്നായിരിക്കും അവിടുന്ന് വന്ന്. പൊന്നൂൻ്റെ 3 മക്കളും ഉണ്ട്, ചത്തിട്ടില്ല. പിന്നെ മണിയുടെ 3 മക്കൾ ഇതാക്കെ ചോറിനാണ് കേട്ടാ. അപ്പം അപ്പം ഇങ്ങനെ അവിടെ നിന്ന് നോക്കുകയാണ്. ഇത് രാത്രിയാട്ടാ. ഇതിങ്ങനെ അവിടെ ഇവിടുന്നൊക്കെ കുറേശ്ശെ അങ്ങനെ പിടിച്ച് വെച്ചിട്ടാണ്. നല്ല പനിയായിരുന്നു കൂട്ടുകാർ, തീരെ വയ്യാണ്ടി ആയിട്ടാ. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടാ. അപ്പോൾ പനിയൊന്നും മാറിയിട്ടൊന്നുമില്ല. അല്ല, പനി മാറി, നമ്മളെ ഒച്ചയൊന്നും ശരിയായിട്ടില്ല, ഉഷാറൊന്നും പ്രസരിപ്പൊന്നും വന്നിട്ടില്ല കേട്ടാ. അപ്പോൾ 10 ദിവസം ഞങ്ങൾ തറവാട്ടിൽ തന്നെയായിരുന്നു കേട്ടാ. അപ്പോൾ വരും പോവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ചക്കയൊക്കെ വീണിട്ടും ചളി തെറിച്ചിട്ടൊക്കെ എന്തായിട്ട് കിടക്കുകയായിരുന്നാ. അപ്പോൾ ഒന്ന് വെള്ളം പിടിച്ചിട്ട് നമുക്ക് തല പൊന്തിയാലും നമ്മൾ വീട്ടമ്മമാരൊന്നും ഒരു ഭാഗത്ത് ഇരിക്കുകയൊന്നുമില്ലല്ലേ. അപ്പോൾ ഒന്ന് തല പൊന്തിയപ്പോൾ ഞാൻ മുറ്റൊക്കെ നല്ല അടി കഴിഞ്ഞ് ഒന്ന് ചെന്നൊരു ആ ചളി ഭാഗമൊക്കെ ഒന്നിട്ട് ഉരതി കഴുകുക കേട്ടാ. അരയൊക്കെ ആകെ മണ്ണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഹിക്കുമ്പോഴല്ലേ നമ്മൾ ചന്തം പൗറൊക്കെ ഉള്ളൂ. അപ്പോൾ 2 ദിവസം കുളിക്കാൻ തന്നെ പറ്റിയില്ല കേട്ടാ. ഇപ്പോൾ ഇന്നൊന്ന് കുളിക്കണം വിചാരിക്കുന്നുണ്ട് ഞാൻ കേട്ടാ. ഈ തുടയ്ക്കുന്ന സമയത്തൊന്നും ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. മറ്റേ കുളിച്ചിട്ടാണ് പുറത്തേക്ക് അടുക്കളയ്ക്കൊക്കെ വരിക. അപ്പം നമുക്ക് വൈകി വെച്ചിങ്ങലേട്ടാ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലേശം ചായയൊക്കെ കുടിച്ചാലേ കുളിക്കാനുള്ളൊരു ആവത് കിട്ടുള്ളൂ. ഈ ആശുപത്രിയിലത്തെ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ നല്ല ക്ഷീണമായിരുന്നു. പിന്നെ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ടാ. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേശ്ശൊക്കെ ആയിട്ടുള്ള ചെറിയ വീഡിയോ ആണ് ഇടുക കേട്ടാ. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് ഒന്ന് ഇടണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, എന്നാലും ഞാനൊന്ന് ഇടുകയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടാ കൂട്ടുകാരെ. അപ്പം നമ്മളെ ശബ്ദം ഒന്നും ശരിയായിട്ടൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. അങ്ങനെ അരയൊക്കെ ഒന്ന് കഴുകി നമ്മളെ ജോലീനെ കിട്ടുന്ന സ്ഥലമാണ് ഇട്ടത്. അപ്പോൾ അവിടെയൊക്കെ ഒന്നാണ്ട് വെള്ളം അടിച്ചിട്ട് ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ വോയിസ് പിന്നത്തേക്ക് വെക്കാൻ നമ്മളെ വോയിസ് ഇപ്പോൾ അത്ര മുന്തിയൊരു വോയിസൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ അത് വോയിസ് അത് കൊടുത്തിട്ടാണ് കേട്ടാ. അങ്ങനെ അതൊക്കെ തുടച്ചിട്ട് ഒന്ന് മുതിരയൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ പുട്ട് മുതിര ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വേവിച്ചിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മുറ്റത്തേക്കൊക്കെ കുറച്ച് വെള്ളം പൊഴിച്ച് അവിടെ നിന്നാണ്ട് കഴുകിയിട്ടാണ്. അപ്പോൾ ഈ മഴയല്ലായിരുന്നു, നല്ല മഴയല്ലായിരുന്നു. മതിലൊക്കെ പൊളിഞ്ഞ് വില്ലേജറെ പറമ്പേക്ക് വീണിട്ടാ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടാണ് അങ്ങനെ അടുക്കളയ്ക്ക് വന്നതാണ്. അപ്പോൾ ഒരു കുറ്റി പെട്ട് നിറച്ച് വെച്ചിട്ട് ഞാൻ പോയിണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തിയെടുക്കാൻ കേട്ടാ. ഒന്ന് ഞങ്ങൾ മരിച്ചോട്ടെ ഒന്ന് 16 കേട്ടാ വെച്ച് കൊടുക്കലൊക്കെയാണ്. അപ്പം വിളക്ക് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മരിച്ച അന്നോട്ടിട്ട് പിന്നെ ഞങ്ങൾ വിളക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 16 ആയാലാണ് കേട്ടോ പിന്നെ വിളക്കൊക്കെ വയ്ക്കുക. അപ്പം വിളക്കൊക്കെ ഒന്ന് അന്നിരിക്കണാണ്. ഒക്കെ ഒന്ന് വെണ്ണീറും സോപ്പൊക്കെ ഇട്ടിട്ട് വിളക്കൊക്കെ ഒന്ന് കഴുകി എടുത്തേക്കണം. വിളക്കൊക്കെ വെക്കാതെ ആകുമ്പോൾ വല്ലാത്തൊരു ഇതാണല്ലേ. എന്നും ഈ സന്ധ്യാദീപമൊക്കെ കത്തിച്ചിട്ട് പിന്നെ അങ്ങനെ കത്തിക്കാതെ ആകുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ റൈസ് കുക്കറിൽ കുറച്ച് ചോറ് വയ്ക്കുക ചെയ്യട്ടാ. ചേച്ചിയൊക്കെ പോയിട്ടാ, ചേച്ചിയൊന്നുമില്ല ഇവിടെ. പിന്നെ ഇന്നലെ അയിലക്കറി വെച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് കറിയൊന്നും വെക്കേണ്ട. ഉച്ചയ്ക്കൊക്കെ തറവാട്ടിക്ക് ക്ഷണം ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പം ഒന്ന് എല്ലാവരും അങ്ങോട്ട് പോകും. പിന്നെ റൈസ് കുക്കറിൽ ഞാൻ ചോറ് തിളപ്പിച്ചിട്ട് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളാ ഒരു മുഖമൊക്കെ ഭയങ്കര പരിതാപകരമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അപ്പൂന് കൂട് മേടിക്കുമ്പോൾ വലിയ അഴിയുള്ള കൂടാട്ടാ. പക്ഷേ അതിലും ഒരു ഡോഗ് ഉണ്ടായിരുന്നു കുറേ കാലം കേട്ടാ. ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ ഇടങ്ങറൊന്നും അല്ല കേട്ടാ. ഈ വലിയ കൂടിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ആ പച്ച നെറ്റിട്ട് മറിച്ചൊക്കെ ഓൻ കീറി ഉള്ളിലേക്ക് ഇട്ട്. അപ്പോൾ കിട്ടില്ലല്ലോ വെച്ചിട്ട് 300 രൂപയ്ക്ക് ഈ പച്ച നെറ്റ് ഒരു 4 മീറ്റർ വാങ്ങിയിട്ട് ചുറ്റിലും ഞാൻ മറച്ച്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നെറ്റ് വലിയും മറിച്ച് ഒരു ബെഡ് വാങ്ങിയതിൻ്റെ ഒരു വെള്ള പോളിത്തീൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പം ഈ ചീതലും ഞാൻ അടിക്കേണ്ട വെച്ചിട്ട് അതും ചുറ്റുഭാഗം ഞാൻ മറിച്ച് മേലുള്ള സമയത്തിട്ടാ.
എന്നിട്ട് കയ്യൊക്കെ അടിച്ചൊക്കെ കെട്ടി നല്ല ഉഷാറാക്കി മക്കളെ. നേരം വെളിച്ചായി. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥയത് ഒക്കെ വലിച്ച് ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ടൊക്കെ കീറിയിട്ട് പോളിത്തീൻ പേപ്പറൊക്കെ കടിച്ച് വലിച്ചിട്ടിട്ട് അതൊക്കെ അതാട്ടാ ഞാൻ പേരയിലേക്ക് എടുത്തിട്ടിരിക്കണു. പിന്നെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല നെറ്റേറ്റ് മറിച്ചൊക്കെ കടിച്ച് കീറി എന്താക്കി ഇങ്ങനെ സങ്കടം വരും കേട്ടോ. കാര്യം അങ്ങനെ ആലോചിക്കുമ്പോൾ കണ്ടില്ല, ഇങ്ങനെ ഒരു നായനെ ഞാൻ കണ്ടിട്ടില്ല പൊന്നേ. എന്തേലും ആവട്ടെ, നമ്മളെ മഴയിലെ മക്കളാട്ടായിരിക്കണത് രണ്ടെണ്ണം. അങ്ങനെ മുതിരയൊക്കെ വേവിച്ച് കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന്, പിന്നെ പുട്ടിന് ചിരകേൻ്റെ കുറച്ച് നാളികേരം ബാക്കിയുണ്ട് കേട്ടോ. ഒരു ഇത്തിരി തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ എടുത്ത് കഴിക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഞാൻ അത് കഴിക്കേണ്ട ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ രസമാണ്. ഇവിടെ മോളുള്ളപ്പോൾ തേങ്ങ ഇടില്ല, അവൾക്ക് വേണ്ട പറയും, തേങ്ങ ഇട്ട ഇഷ്ടമല്ല പറയും. അപ്പോൾ നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിച്ചത്. പിന്നെ പനി ഒന്നാണ്ട് മാറിയാലും എങ്ങനെയും വീഡിയോ എടുക്കാം, പക്ഷേ വോയിസ് കൊടുക്കാൻ തീരെ ശബ്ദം ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ ഇതൊരു വാഴ തൂമ്പടഞ്ഞിട്ടേ വയറ് പൊളിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടാ. അപ്പം ഇങ്ങനത്തെ വാഴയൊന്നും വീട്ടിൽ നിർത്തരുത് എന്നാ പറയാം, വയ്യാത്ത കാരണാട്ടാ. ആ കഞ്ഞി കട വെട്ടിയിടണം, നാളെ ആവട്ടെ. അങ്ങനെ നമ്മളെ വിളക്കൊക്കെ ഒന്ന് പലകയൊക്കെ ഒന്ന് കഴുകി വിളക്കൊക്കെ നല്ല ഒന്ന് ഉഷാറായിട്ട് മണ്ണും സോപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കഴുകി കൊടുത്താൽ ചെറുക്ക് കേട്ടാ. നമുക്കൊന്ന് വിളക്കൊക്കെ വെക്കണം വൈകിട്ട്. ഇന്ന് എന്തായാലും വെള്ളമായിട്ട് ഞാനൊന്ന് കുളിച്ചിട്ടാ, പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചിട്ടൊന്ന് വന്നതാണ്. കുളിച്ചപ്പോൾ തന്നെ ഒരു ഉഷാറായി. അപ്പം നമ്മളെ ചിന്നുവിൻ്റെ കുട്ടിയാട്ടാ, അത് തക്കിടു ജോലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെടുത്ത് പോയി കിടക്കുക കേട്ടാ. അത് ഒരു 3 നേരം വല്ല സ്കൂളിൽ വരുന്ന പോലെയൊക്കെ ഒന്ന് വരണം ഇവിടെ. എന്നിട്ട് ആ കോലാറ്റുമ്മലൊക്കെ മണ്ണുള്ള ചളിയൊക്കെ ആയിട്ട് വന്ന് കിടക്കും. അങ്ങനെയൊക്കെ കേട്ടാ അതിൻ്റെ സ്വഭാവം. പിന്നെ നമ്മളെ മുളക് നശിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട് കേട്ടാ. ഇതൊക്കെ നമ്മളെ ബജ്ജി മുളകിൻ്റെ തയ്യാണ്. ഇതൊന്നും നമുക്ക് നോക്കാനും ഒന്നും പറ്റിയില്ല കേട്ടാ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പൂവിടുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ കടക്കിലൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഈ മുളകും തൈക്ക് ഒരു കേടുമില്ല കേട്ടാ. പക്ഷേ ഒരു വെള്ളക്കാന്താരി ഉണ്ട കാന്താരി ആയിരുന്നു മക്കളെ. അതിൻ്റെ കടയ്ക്ക് ഈ ഒരു മണ്ണെണ്ണ കുടിയേനാ എന്തോ ഒരു സാധനം നിറയെ ഉണ്ട് കേട്ടാ. അത് ചെടിച്ചട്ടിയിൽ വന്നാൽ അത് നശിക്കും. അതിലെന്താ ഉള്ളത് വെച്ചിങ്ങനെ നശിച്ച് പോകുമെന്ന് പറയണത് ശരി തന്നെ കേട്ടാ. എന്ത് ഉഷാറായിട്ട് വന്ന മിളകായിരുന്നു, ഒക്കെ നശിച്ച് പോയി. ഇതിലത്ത് പോയി. അപ്പം ഇനി അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? കുമ്മായ ഇട്ടാൽ മതി അത്രേ. കുമ്മായം മേടിച്ചു കൊടുത്തിട്ട് ഇടണം. അപ്പോഴേക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ടാവയ്ക്ക് പോലെ, അതിനൊന്ന് പോയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ.